ബേയ്മെന്റ് സോളാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളാഞ്ചേരി പിന്തലത്തുള്ള മുസ്തഫാഖാന്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ 3 വർഷം മുമ്പ് ഒരു സോളാർ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ മുസ്തഫാഖാട് ഒന്ന് ചോദിച്ചു തരണം. എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ, എന്തൊക്കെ ഫീഡ്ബാക്ക് ഉള്ളത്, എത്രമാത്രം റിസൾട്ട് ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ മുസ്തഫാഖാട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചോദിച്ച് അറിയാം. അപ്പോൾ 3 കൊല്ലം മുമ്പ് നമ്മൾ സോളാർ വെച്ചു കൊടുത്ത മുസ്തഫാഖാണിത്. അപ്പൊ എന്തൊക്കെയാണ് മുസ്തഫാഖ, എങ്ങനെയുണ്ട് സോളാറിന്റെ കാര്യങ്ങളൊക്കെ? നമുക്കിപ്പോൾ സോളാർ വെച്ചതിന് ശേഷം നമുക്ക് വളരെ മെച്ചത്തിലാണ്. അതായത് നമുക്ക് 3 കിലോ വാട്ട്സിന് 12 യൂണിറ്റ് ഒക്കെ അല്ലേ കിട്ടില്ലേ? ചില സമയങ്ങളിൽ അതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മഴക്കാല സമയത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വേറെ. എന്നാലും നമുക്ക് ഇതിൽ വലിയ ഹാപ്പി തന്നെയാണ്. എത്ര ബില്ല് വന്നിരുന്നത്? ബില്ല് നമുക്ക് 6000, 7000 മീതിയും വന്നിട്ടുണ്ട് കോവിഡ് സമയത്തൊക്കെ. ലാസ്റ്റ് ബില്ല് എത്ര വന്നു? ലാസ്റ്റ് ബില്ല് മിനിമം ബില്ലാണ് വന്നത്. മിനിമം ബില്ല് അതായത് ഇപ്പൊ 2-3 മാസമായിട്ട് ഞങ്ങളിവിടെ സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ആ മിനിമം ചാർജ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോ അതിന്റെ വേറെ വല്ല ബാലൻസ് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാല് നമുക്ക് അറിയാൻ പറ്റും. മുസ്തഫാഖ പിന്നെ ഗൾഫിലായിരുന്നു ഫാമിലി സഹിതം. അപ്പൊ 2-3 മാസമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ മുസ്തഫാഖ പിന്നെ KSEBക്ക് അങ്ങോട്ട് കൊടുത്തതിന്റെ ക്യാഷ് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അപ്പൊ KSEBക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? അവര് ഞാൻ ചോദിച്ചിരുന്ന പോലെ നിങ്ങൾ നാട്ടിൽ വരുമ്പോ ബന്ധപ്പെടുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ ക്യാഷ് കിട്ടാനുള്ളത് KSEBക്ക് പിന്നെ മുസ്തഫാഖാട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് ബേയ്മെന്റിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വളരെയധികം നല്ല സർവീസാണ്. എന്ത് കാര്യത്തിനും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ടെക്നീഷ്യന്മാർ വരാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെന്നെ വന്നിട്ട് ക്ലീൻ ചെയ്യലുണ്ട്. അവര് ഈ വഴിക്ക് പോകുമ്പോ ഇവിടെ ഒന്ന് കയറിയിട്ടേ പോവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് വളരെയധികം മെച്ചം തന്നെയാണ്. നമ്മൾ വെച്ച സമയത്തുള്ള പാനലൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ അതിലൊക്കെ വളരെ മെച്ചപ്പെട്ട പാനലുകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെ, അതായത് മുസ്തഫാഖ സോളാർ വെക്കുമ്പോൾ മോണോപെർക്ക് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബൈഫേഷ്യൽ പാനലുകളൊന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പോളി ക്രിസ്റ്റൽ പാനലാണ് മുസ്തഫാഖ അന്ന് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും മുസ്തഫാഖാന്റെ സോളാറിന്റെ പെർഫോമൻസ് ഓക്കെ ആണെന്നാണ് മുസ്തഫാഖ പറഞ്ഞത്. ഹാപ്പി ആണെന്ന് പറഞ്ഞത്. ആ ഇതില് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആദ്യം കിട്ടിയിരുന്ന അതേമാതിരി തന്നെ ഇപ്പോഴും. അപ്പൊ മുസ്തഫാഖ ബേയ്മെന്റിന്റെ സർവീസിലൊക്കെ ഹാപ്പിയാണ്. മുസ്തഫാഖ നമ്മൾ ആദ്യത്തെ ഒരു കസ്റ്റമറാണ്. മുസ്തഫാഖാനെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. മുസ്തഫാഖ വളരെ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ ബേയ്മെന്റിന്റെ സോളാറിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം.